இல்ல அவங்க எல்லாம் சொல்றது உங்களுக்கு ரொம்ப கோவம் ஜாஸ்தின்னு. கனகம் நீ இறங்கி போய். நானே போறதுக்கு நீங்க வேணா எங்கயா போங்க. கனகம் அம்மா என்ன സ്വഭാവം മാറ്റിക്കരുത് നീ കേട്ടോ. അമ്മ എനിക്ക് കെട്ട കോപം വരുന്നു ഇപ്പോ. എനിക്ക് അതിനെക്കാട്ടി വലിയ കോപം വരുന്നുണ്ട്. മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. കത്തി 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 എടുക്കരുത്. കത്തി ഒന്നും എടുത്തൂടാ. അയ്യോടാ മെർലിനെ കണ്ടാ, ഇതാണ് ഇവിടുത്തെ അടുക്കളയുടെ ശരിക്കുള്ള മുഖം. മോളിതപ്പോ വന്നു. ഞാൻ കുറച്ചേരെ വന്നിട്ട്. ഞങ്ങളിപ്പോ കേറിയില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ അടിമുഴ മൂത്തേനെ. ഇപ്പൊ എവളും എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഓള് കണ്ടില്ലയോ ഞാനാ കോപപ്പെടുറേ. കണ്ടോ കണ്ടോ, ഇതാ സ്വഭാവം. പണ്ടൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും കനകാന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആന്റി എന്നെ കൈ കൂപ്പി നിന്നോണ്ടിരുന്ന ആളാ. അതെങ്ങനെയാ? ചന്ദനം ചാരിയ ചന്ദനല്ല മണക്കൂ. ചന്ദനം ലച്ചു നീ അപ്പുറത്ത് പോയേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ശരിക്കും ചോനർത്തല ഭവാനിയുടെ പ്രശ്നം? അമ്മ ഹൈ വോൾട്ടേജ് നിൽക്കുകയാണ്, ചെന്ന് കയറി കൊടുക്കരുത്, ബൊമ്മന കത്തും. നല്ല കാര്യമൊക്കെ ഒന്നും വേണ്ട, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ. അത് സാരല്ല യേശു. ആട്ടിലൊക്കെ കഴിഞ്ഞിട്ടേ അമ്മൂമ്മനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. താങ്ക്സ്. അമ്മൂമ്മേ കഴിക്കാൻ എന്താ ഉള്ളേ? ദോശയും ചമ്മന്തിയാണോ അത് വേറെന്തെങ്കിലും ഉണ്ടോ? ചമ്മന്തി ദോശയുണ്ട്. അതെ, വേറെന്തെങ്കിലും വെച്ചുണ്ടാക്കണമെങ്കിലേ 11 മണി വരെ കിടന്ന് ഉറങ്ങിയാലൊക്കത്തില്ല. രാവിലെ അടുക്കള കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കണം, അപ്പൊ നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. സത്യം പറഞ്ഞ എനിക്ക് വഴക്കുണ്ടാക്കാൻ യാതൊരു മൂടുമില്ല, അതുകൊണ്ട് ഞാൻ സാഷ്ടാംഗം നമിച്ചു. மெர்லின், நீ மத்தியானம் சாப்பிட்டுட்டு தானே போவ? ആന്റി அப்படின்னா இங்க என்ன இருக்கோ அத சமாதானமா சாப்பிட்டுட்டு போலாம். കിട്ടുന്ന അവസരത്തിലൊക്കെ ഇവിടുന്ന് കഴിക്കാം. ഇനിയിപ്പോ എത്ര നാള് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. വൈമച്ചാ വീട്ടില് മൊത്തം സീന ചേച്ചി. ഭയങ്കര സീന. പിന്നല്ലാതെ ഉള്ളത് പറയാലോ ചേച്ചി. ഇവന്റെ കൂടെ കൂട്ടുകൂടിയ പിന്നെ വീട്ടില് മൊത്തം സീന. എന്തൊരു സന്തോഷവും സമാധാനമായിട്ട് കഴിഞ്ഞ വീടാന്നറിയോ? ഓഹോ, അപ്പൊ ഇപ്പൊ വീട്ടിൽ സന്തോഷ സമാധാനം ഇല്ലാത്തതിന് കാരണം ഞാനാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നേ. പിന്നല്ലാതെ ആദ്യമൊക്കെ ഡാഡി മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. ഇപ്പൊ മമ്മിയും തുടങ്ങിയിട്ടുണ്ട്. കുറെ കോഴ്സൊക്കെ പഠിച്ചല്ലേ വീട്ടിലിരിക്കാതെ വർക്കിന് പൊക്കൂടെ, വിദേശത്ത് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ആരെവിടെ നിക്കണ, ഞാൻ പോവാ. ധൈര്യമായിട്ട് പോണം മെർലിനെ. കേശവിടെ പടവലത്തെ ഏതെങ്കിലും പറമ്പിൽ കുഴിയും കുത്തി നടക്കുന്നുണ്ടാവും. കുഴിയും കുത്തി നടക്കുന്നുണ്ടാവും. ഞാൻ കുഴിയും കുത്തി നടക്കും, അതെനിക്ക് പറയാൻ ഒരു കുറച്ചിലും ഇല്ല. പടവലം വീടും നെയ്യാറ്റിങ്ങര വീടും വർഷങ്ങളായിട്ട് കൃഷി പാരമ്പര്യമുള്ള കുടുംബമാണ്. അല്ലാതെ ഈ കണ്ട വനമൊക്കെ കയ്യേറി അവിടെ പ്ലാന്റേഷൻ നടത്തുന്ന ടീമല്ല നമ്മള്. അതൊക്കെ എന്നെ നോക്കി പറയുന്ന എന്തിന്? ദേ അവിടെ നോക്കി പറ. അല്ല, മെർലിൻ ഇവിടെ നിക്കുമ്പോ തന്നെ ഈ വനം കയറി പ്ലാന്റേഷൻ നടത്തിയ കാര്യമൊക്കെ പറയുന്ന എന്തിന്? അതെ, ഗവൺമെന്റ് പണ്ട് കൃഷി ചെയ്തോളാൻ പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടും ഒക്കെ പോരാടി കൃഷി ചെയ്യുന്നവരാ ഞങ്ങള്. ഞങ്ങളോടെ 4-5 പടവലം കൃഷി ചെയ്തതിനെ പറ്റി വീമ്പളക്കല്ല കേശു. അമ്മൂമ്മ. മെർലിൻ, നീ എന്തോ പറഞ്ഞത്? പടവലത്തെ ഒരാൾ ഇറങ്ങി നിന്നാ കാണാൻ പറ്റാത്ത പാടത്തും നോക്കത്താ ദൂരത്ത് ചതുപ്പ് നിലത്തിലും ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയിലും ഞങ്ങൾ ഉണ്ടാക്കി. അയ്യോ ആണ്ടവാ പോയിട്ടാങ്ക. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് എന്തോ പറയാനാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.